ബിസിനസ് റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി ശ്രീജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 കോംബോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. പല ഈ ഇൻഡോറിലേക്കും ഔട്ട്ഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള 5 കോംബോ. അതുകൂടാതെ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം നമുക്ക് പെട്ടെന്ന് കാണിച്ചു പോകാം. അതിൽ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നല്ല റീസണബിൾ ആയിട്ടുള്ള കോംബോകളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പീസ് ലില്ലിയുടെ ഒരു കോംബോയൊക്കെയാണ്. രണ്ട് പ്ലാന്റുകളാണ് ഈ കോംബോയിൽ ഉണ്ടായിരിക്കുക. പീസ് ലില്ലി, സിസി ഡ്വാർഫും. പീസ് ലില്ലിയുടെ സൈസ് ഇതാണ്. ഇങ്ങനെ ഇത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പാകത്തിനുള്ള കോംബോകളാണ് കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സിസി ഡ്വാർഫ് ആണ്. ഈ ഒരു സൈസിലുള്ളത്. ഈ ഒരു സൈസിൽ ഞാനൊരു മീഡിയം സൈസാണ് ഞാൻ കാണിച്ചേക്കണേ. ഇതിൽ മിക്കതും തന്നെ ഇതിൽ വലിയതാണ് കേട്ടോ. ഇനിയപ്പോൾ ചെറുത് കിട്ടുന്നവർക്ക് ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെറുത് കാണിച്ചേക്കണേ. ഞങ്ങൾക്ക് അറിയാലോ, ഞാൻ കാണിക്കുന്ന രീതികളൊക്കെ അറിയാലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും കോംബോ വരുന്നത്. ഇത് 2 പ്ലാന്റിനും കൂടെ 200 ആണ്. 200 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ അടുത്ത കോംബോകളൊക്കെ എടുക്കാൻ പറ്റുന്നവർ, അങ്ങനെ 2-3 കോംബോകളൊക്കെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തോളൂ കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊക്കെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനാണ്. ഇതിലിപ്പോൾ ചെറിയ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഒരു മെയിൻ പ്ലാന്റും ബേബി പ്ലാന്റുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം തിരിച്ചൊന്നും വെക്കേണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് മാറ്റി മാറ്റി നടാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിങ്ങനെയുള്ള പ്ലാന്റുകൾ മാറ്റി നടുമ്പോൾ നമ്മൾ പുറത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയാണെങ്കിലും ഈ പോട്ടിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മളുടെ പോട്ടി മിക്സിലേക്ക് പിടിക്കാനുള്ള ഒരു സാവകാശം നമ്മൾ കൊടുക്കണം. അന്നേരം പ്രോപ്പർ സൺലൈറ്റും അതെല്ലാം കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമാണ് ഈ രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചു വരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇലകളൊക്കെ മഞ്ഞയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും പ്ലാന്റുകൾ പുറത്ത് വെച്ച് ഒരു മാസത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ പോട്ടി മിക്സിലേക്ക് വേരുകൾ പിടിക്കണ വരെ വെക്കുക കേട്ടോ. പുറത്ത് വെക്കുക. അതിനുശേഷം അകത്തേക്കൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇത് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം എല്ലാ ആഴ്ചയിലും നമുക്ക് മെസ്സേജ് വരുന്നതാണ്. റിപ്പോർട്ട് ചെയ്തിട്ട് എവിടെ വെക്കേണ്ടതെന്നുള്ള ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലാന്റ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്ത് വെക്കുക കേട്ടോ. ഇത് രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നിയോൺ പോത്തോസ്. ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 4-5 പോട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നിയോൺ പോത്തോസ് പ്ലസ് നമ്മുടെ സാറ്റിൻ പോത്തോസും കൂടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. സിൽവർ പോത്തോസ് എന്ന് പറയും, സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സൈസിലുള്ള പ്ലാന്റുകൾ. ഇത് 2 പ്ലാന്റ് ആണ് കോംബോയിൽ വരുന്നത്. ഇത് നമുക്ക് അറിയാലോ, പോത്തോസ് പ്ലാന്റുകളൊക്കെ നമുക്ക് മണി പ്ലാന്റുകളൊക്കെ ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണല്ലോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഈ 2 പ്ലാന്റിനും കൂടെ 270 ആണ് വരുന്നത്. 270 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. ഈ സൈസിലുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തൊക്കെ കാണിച്ചതാണ്. നന്നായിട്ട് വേരുകളൊക്കെ പിടിച്ച് നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് വേരുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഞാൻ എടുത്ത് കാണിക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് വേരുകളൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ളത് അടിഭാഗം കണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു ടൈപ്പ് പോട്ടി മിക്സ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ പറ്റും. ഒത്തിരി പോട്ടി മിക്സ് ഫുള്ള് കളഞ്ഞിട്ട് വേര് മാത്രമാക്കിയല്ല വിടുന്നത്. അപ്പോൾ ചിലവർക്കെങ്കിലും സംശയം തോന്നും, കൊറിയർ ചാർജ് നമ്മൾ പറയുമ്പോൾ എന്താണെന്നൊക്കെ സംശയം തോന്നും. നമ്മൾ പോട്ടി മിക്സ് ഫുള്ള് കളയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ നടന്നവർക്കാണെങ്കിൽ ഇൻഡോറിലേക്കൊക്കെ വെക്കാനുള്ള താല്പര്യമാണെങ്കിൽ ഇങ്ങനത്തെയുള്ള പോട്ടി മിക്സ് തന്നെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ തന്നെ ആ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇനി ഇല്ല മണ്ണിലേക്ക് നടുന്നെങ്കിൽ പോട്ടി മിക്സ് ഭാഗത്ത് തട്ടിക്കളയുക. അതിനുശേഷം മണ്ണിലേക്ക് നടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നടന്നവർക്ക് ആ രീതിയിലുള്ള ഒരു പാക്കിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുക കേട്ടോ. അതേമാതിരി തന്നെ വലിയ അധികം ഒന്നും കളയാതെ നല്ലോണം നനച്ച്, ഇപ്പോൾ ഈ നല്ല ചൂടുകാലമാണല്ലോ, അപ്പോൾ നനച്ച് ഒരു ഡാമേജും വരാത്ത രീതിയിലായിരിക്കും നമ്മൾ വിടുക. ഇനി നമുക്ക് ബിഗോണിയയുടെ കോംബോയാണ്. ബിഗോണിയ 5 ടൈപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് 2 കോംബോയാണ് കേട്ടോ നമുക്ക് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും വാങ്ങിക്കാൻ പാകത്തിനുള്ള കോംബോകൾ. നമ്മളിപ്പോൾ ബിഗോണിയയുടെ കുറച്ച് റേറ്റ് കൂടിയ വെറൈറ്റികളാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യത്തെ സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നല്ല രസമുള്ള നല്ല ഒരു എന്താ പറയുക, ഒരു ഭാഗം ഒരു മുള്ളു പോലെ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഇത് വരുമല്ലേ, വെൽവെറ്റും ഫിനിഷും പ്ലസ് ഒരു ചെറിയൊരു ഇതും കൂടെ ഒരു എന്താ പറയുക, പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഒരു പ്രത്യേക ഒരു വെറൈറ്റിയാണ്. അധികം കോമൺ അല്ലാത്തൊരു വെറൈറ്റിയും കൂടെയാണ്. ഇങ്ങനെയാണ് ഒരു സൈസൊക്കെ വരുന്നത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമുക്ക് അധികം നമ്മളധികം കൊണ്ടുവരാത്ത ഒരു വെറൈറ്റി തന്നെയാണ്. ഒരു പച്ചയമ ബോർഡർ, ഒരു ബ്ലാക്കാണ്, ഒരു മെറൂൺ അങ്ങനത്തെ ഒരു ഷെയ്ഡും കൂടി ചേർന്നിട്ട് അടിഭാഗം വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് 2 പ്ലാന്റിനും കൂടെ 500 ആണ് വരുന്നത്. ഇത് കുറച്ച് റേറ്റ് കൂടിയ വെറൈറ്റികളാണ് കേട്ടോ. 500 പ്ലസ് കൊറിയറാണ് വരുന്നത്. ഇങ്ങനെ കേട്ടോ.
ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് 3 പ്ലാന്റുകളാണ്. ഈ കോംബോയിൽ ഇപ്പോൾ 500+ കൊറിയറിൽ വരുന്നത് 2 പ്ലാന്റുകളായിരുന്നു. ഇനി വരുന്ന ബിഗോണിയയുടെ കോംബോയിൽ 3 പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇത് 3 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരുന്നത്. മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ റേറ്റ് കുറവാണ് ഈ പ്ലാന്റുകൾക്ക് വരുന്നത്. എന്നാലും നമുക്ക് അധികം കോമൺ അല്ലാത്ത പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇതൊരു റെഡ് കലർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇത് 3 പ്ലാന്റിനും കൂടെ 520 ആണ് വരുന്നത്. 520+ കൊറിയറാണ് ഈ 3 പ്ലാന്റിനും കൂടെ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 2 കോംബോകൾ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക, 1 കോംബോ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക കേട്ടോ. ബിഗോണിയ നിങ്ങൾക്കറിയാലോ ലീഫ് പ്രൊപ്പഗേഷന് പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അടർത്തി നടണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി നന്നായിട്ട് അടർത്തി നടാനൊക്കെ അറിയാവുന്നവർ അടർത്തി നട്ടോളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. അല്ലാത്തവർ ഇങ്ങനെ തന്നെ നട്ടുപിടിപ്പിക്കുക. അതിനുശേഷം പിന്നെ മാറ്റി മാറ്റി നിങ്ങൾക്ക് കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മാറ്റി മാറ്റി വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെയിൽ കൊണ്ടാലും പ്രശ്നമില്ലാന്ന്. ഡയറക്റ്റ് വെയിൽ കൊള്ളരുത് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് അതിൽ സംശയം ചോദിച്ചായിരുന്നു. ഡയറക്റ്റ് വെയിൽ കൊള്ളാൻ പാടില്ല, ബിഗോണിയയ്ക്ക് ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂടാവുമ്പോഴത്തേക്കും ചൂട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗ്രീൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 50% ഉള്ള ഗ്രീൻ നെറ്റുകളൊക്കെ കിട്ടുമല്ലോ, അപ്പം അങ്ങനെയുള്ള നല്ലോണം ഷെയ്ഡ് കൊടുക്കുക. എന്നാലും ചൂട് കാലത്താണെങ്കിലും അങ്ങനെ ചൂടത്ത് വെക്കുമ്പോൾ വെയിലത്ത് വെക്കുമ്പോഴത്തേക്കും ഗ്രീൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലേക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക കേട്ടോ. ഡയറക്റ്റ് വെയിൽ കൊള്ളണ്ട കേട്ടോ. ഞാനത് പെട്ടെന്ന് അന്ന് പറഞ്ഞു പോയപ്പോൾ വെയിലാണെങ്കിലും പ്രശ്നമില്ലാന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ബിഗോണി ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 4 കോംബോ കണ്ടു കഴിഞ്ഞു. ഇനി 5ാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ കോംബോയാണ്. അഗ്ലോണിമ ഈ ഒരു വരുന്നത് നമ്മൾക്ക് ഇങ്ങനെ. ഇത് നമ്മളുടെ അഗ്ലോണിമ ജയ്പോങ്ഗ്രേഡ് നാരോയാണ് കേട്ടോ വരുന്നത്. ജയ്പോങ്ഗ്രേഡ് നമ്മൾ 2 ടൈപ്പ് കാണിക്കാറുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ളത് കാണിക്കാറുണ്ട്. ഇതിപ്പോൾ നാരോ വന്നിട്ട് കുറച്ച് നാളായി. ഇങ്ങനെയാണ് കേട്ടോ നാരോ വരുന്നത്. ഇല കുറച്ച് നാരോ ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ. അതിൽ 2ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വിദൂരിയാണ്. ഇത് ഇങ്ങനെ നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ്. 3ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ ചൈന റെഡാണ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ളത്. ഈ 3 പ്ലാന്റിനും കൂടെ 600+ കൊറിയറാണ്, 600+ കൊറിയർ. അപ്പോൾ താല്പര്യമുള്ള വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ അഡ്രസ്സും കൂടെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. നേരത്തെ പർച്ചേസ് ചെയ്യുന്നവരുടെ അഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അല്ലാത്തവർ അഡ്രസ്സും കൂടെ ഇടാൻ ശ്രമിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് വാട്സപ്പിൽ കൂടെ തരുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ സൗകര്യം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇനി ചെടികൾ വളർത്തുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ പ്ലാന്റുകൾ 5in1 വന്നിട്ടുണ്ട്. നമ്മളുടെ ലക്കി ബാമ്പു 5in1 ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. ഇതിപ്പോൾ 5in1 ഒക്കെ ഓരോ നമ്പറിനൊക്കെ ഓരോരോ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആ രീതിയിലൊന്നും അല്ല സെറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വാങ്ങിക്കാം കേട്ടോ. 5in1 ഒക്കെ എന്തോ 3in1 5in1 അങ്ങനെ ഓരോ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ലക്കി ബാമ്പ് എപ്പോഴും ഭാഗ്യം കൊണ്ടുവരുന്ന ചെടികളൊക്കെയാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ കേട്ടോ. അപ്പോൾ ഒരു പോട്ടിൽ 5 എണ്ണമായിരിക്കും, 5 എണ്ണം ഒരുമിച്ച് സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് 5in1 എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ ആന്തൂറിയം വന്നിട്ടുണ്ട്. ആന്തൂറിയം ഈ ഒരു കളറാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു പോട്ടിൽ ഇങ്ങനെ 2 പ്ലാന്റുകൾ വീതമായിരിക്കും. മെയിനായിട്ടും 2 പ്ലാന്റുകൾ, പിന്നെ കുരുന്ന് ബേബി പ്ലാന്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാ പോട്ടിലും ഉണ്ടോയെന്ന് സംശയമാണ്. മെയിനായിട്ടും 2 വലിയ പ്ലാന്റുകൾ ഇങ്ങനെ. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു പ്ലാന്റുകൾ ഉണ്ടല്ലോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ചെറിയ അതിൻ്റെ ചോട്ടിൽ ചെറിയ പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാം. വേറെ പ്ലാന്റുകൾ കാണിച്ചു തരാം. എല്ലാത്തിലും 2 പൂക്കൾ ഉണ്ടാവുന്ന സംശയമാണ് കേട്ടോ. ചിലതിലൊക്കെ ഇതിലിപ്പോൾ നമ്മുടെ അടുത്തതിൽ ഒരു പൂ ഇതായി പോയിട്ടുണ്ട്, കളർ ഇതായിട്ടുണ്ട്, ഫെയ്ഡ് ആയിട്ടുണ്ട്. ബാക്കി ഒരു പൂവാണ് നല്ലത് വരുന്നത്. അപ്പോൾ ചിലതിൽ ഒരു പൂവായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഒരു ഇതിൽ ഇത് കണ്ടോ, ഇങ്ങനെ മെയിൻ പ്ലാന്റ്, പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു പ്ലാന്റുകൾ. അതിപ്പോൾ അടർത്തരുത് കേട്ടോ. ഇപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ നട്ടാൽ മതി. അതിനുശേഷം പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് തിരിക്കാവുന്ന പരുവത്തിലേക്ക്, കുറച്ചും കൂടെയൊക്കെ വലുതായിട്ട് തിരിക്കാവുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിൽ നിങ്ങൾ തിരിച്ച് നട്ടാൽ മതി. ഈ മെയിൻ പ്ലാന്റുകൾ, അതായത് 2 മെയിൻ പ്ലാന്റുകളാണ് വരുന്നത്. അത് 2 നിങ്ങൾക്ക് വേറെ വേറെ നടാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഒരുമിച്ച് നടണമെങ്കിൽ അങ്ങനെ തന്നെ നടാം.
അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുള്ള ബേബി പ്ലാന്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. മെയിൻ 2 പ്ലാന്റുകൾ, പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റുകൾ. അപ്പോൾ ബേബി പ്ലാന്റുകൾ അടർത്തണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് 2 ആക്കി നടാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എല്ലാ പോട്ടിലും വന്നത്. ചിലപ്പോൾ ആ 2 പ്ലാന്റുകളുടെ സൈസിൽ ചില വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ചില ചെറുതും വലുതുമായിട്ടൊക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ കുഞ്ഞു കുഞ്ഞുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള ബേബി പ്ലാന്റുകൾ ഇങ്ങനെ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്തോളൂ. ഇതിന് എത്ര റേറ്റ് വരുന്നത്? റേറ്റ് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല കേട്ടോ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്ലാന്റുകളും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ആൽഫിന, നമ്മുടെ ജിഞ്ചർ പ്ലാന്റ് ഇല്ലേ, ആൽഫിന, അയ്യോ എന്താ സെറുംബറ്റ്, ആ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇതിന് മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മളിവിടെ മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് മാക്സിമം മാറ്റിയിട്ട് തന്നെയായിരിക്കും വിടുക കേട്ടോ. പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും. ഈ ഒരു ജിഞ്ചർ ഫാമിലിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ആൽഫീന ജിഞ്ചർ പ്ലാന്റിൻ്റെ തന്നെ വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് വെക്കാൻ വിട്ടുപോയി. അത് ഇത്രയും സൈസ് അല്ലാതെ ചെറിയ സൈസാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. ഒരു പോട്ടിൽ 2-3 ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് പെട്ടെന്ന് തന്നെ അത് റെഡ് കളർ പൂ ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും. പൂവിൽ നിന്ന് തന്നെ അതിന് തൈകൾ വരും കേട്ടോ. പൂവാണ് അതിൻ്റെ പ്രൊഗഷൻ. അതല്ലാതെ നമുക്ക് അടർത്തി നടുകയും ചെയ്യാം, ഇങ്ങനെ തിരിച്ച് നടുകയും ചെയ്യാം. അതല്ല, പൂവിൽ നിന്നാണ്. പൂവ് വന്ന് ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്കും പൂവൊക്കെ ആയിക്കോളും. നല്ല റെഡ് കളർ പൂവാണ്. അപ്പോൾ ആ പൂവിൽ നിന്ന് തന്നെ പൂവ് നമ്മൾ അടർത്തിയൊക്കെ കളയാതിരിക്കുക. പൂവിൽ നിന്ന് തന്നെ തൈകളായിട്ട് വരും. ഞാൻ അടുത്ത ആഴ്ചയിൽ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ചെടികൾ. അപ്പോൾ അത് താല്പര്യമുള്ളവർ, അത് 90 റുപ്പീസ് എന്തോ ആണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ 2 പ്ലാന്റിന് 2-3 പ്ലാന്റ് ഉണ്ടാവും ഒരു ബോട്ടിൽ. അപ്പോൾ താല്പര്യമുള്ളവർ അത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഞാനത് ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് കാറ്റലോഗിൽ കേട്ടോ. ഇത് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് ഹാങ്ങിങ് വരുന്നതാണ്. ജെയ്ഡിൻ്റെ തന്നെ ഒരു കുരുകുരുന്നുള്ള ഇല, നമ്മൾ സാധാരണ കാണുന്ന ജെയ്ഡ് കുറച്ചും കൂടെ വലുപ്പമുള്ള ഇലകളായിരിക്കുമല്ലോ. ഇത് ചെറിയ ഇലകൾ ഇതാ ഇങ്ങനെ നല്ല ഇങ്ങനെ എന്താ പറയുക, ബട്ടൺ ഇറക്കി വെച്ചേക്കുന്നത് നമ്മുടെ ബട്ടൺ ഫേൺ പോലെയാണ് ഇത് തോന്നുക കേട്ടോ. നമ്മുടെ കുരുന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാ ഇങ്ങനെ. ഇത് താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾ കാറ്റലോഗിൽ നോക്കിക്കോളൂ. കാറ്റലോഗിലുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ആഴ്ച കാണിച്ച പെപ്രോമിയയും പിന്നെ ജെയ്ഡ് ഇതൊക്കെ കാണിച്ചിരുന്നല്ലോ നമ്മൾ. ഡിഷ്യൂഡിയൊക്കെ കാണിച്ചില്ല, അതൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്തോളൂ. ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ജന്മനി ബേർഡ് ഓഫ് പാരഡൈസ് ഒരാൾക്കോ 1-2 പേർക്കുള്ളതും കൂടെ സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ച കോമ്പോ. താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്തോളൂ. പിന്നെ എന്താ പറയാൻ വന്നത്, നമ്മൾ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. പിന്നെ പ്രൊഫഷണൽ DTDC 2 കുറേ പ്ലാന്റ്സുകൾ വിടും. നമ്മൾ ബുധനാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പ്ലാന്റ്സുകൾ വിടും. വ്യാഴാഴ്ച നമുക്ക് പാക്കിംഗ് ഉണ്ടായിരിക്കില്ല. ബുധനാഴ്ചക്കുള്ളിൽ പ്ലാന്റ്സുകൾ വിടും കേട്ടോ. വ്യാഴം വെള്ളി ദിവസങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് റിപ്ലൈ കിട്ടാനായിട്ട് വൈകും കേട്ടോ. ഞാനൊരു ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ റിപ്ലൈ തരാനായിട്ട് കുറച്ച് വൈകും. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ബാക്കിയുള്ള പ്ലാൻസുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കൂടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തോളൂ. വേഗത്തിൽ തന്നെ പ്ലാൻസുകൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.